വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ കവനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഫുള്ളായിട്ട് നമ്മൾ അലുമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള കിച്ചണാണ്. ചാമ്പ്യൻ സ്റ്റീലിലെ ഫ്രെയിമും HPL ഷീറ്റിൽ ബ്രോഞ്ച് എന്ന് പറയുന്ന ഒരു കളറുമാണ് നമ്മളിവിടെ. നമ്മൾ വാർഡ്രോപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്യൂബ് ഹാൻഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചാമ്പ്യൻ സ്റ്റീൽ ഫ്രെയിം ഇട്ടിട്ട് ലോഫ്റ്റ് എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്കിൽ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. വൈറ്റ് ഷീറ്റാണ് നമ്മളിവിടെ HPL വരുന്ന വൈറ്റ് ഷീറ്റും. അലുമിനിയത്തിൽ ചെയ്താലോ അല്ലെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാറില്ല. ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ കവനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഈ വീട്ടിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫുൾ ആൻഡ് ഫുൾ അലുമിനിയത്തിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക, കാരണം നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സൂപ്പർബായിട്ടുള്ള വർക്കാണ്, സൂപ്പർബായിട്ടുള്ള കളേഴ്സാണ്. കിച്ചണും ഓൾമോസ്റ്റ് നമ്മളെല്ലാം വീടും എല്ലാം ചെയ്തിട്ടുണ്ട്. സോ എല്ലാം ഞാൻ കാണിച്ചു തരാം, വരും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അലുമിനിയത്തിൽ ചെയ്ത ഒരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഫുള്ളായിട്ട് നമ്മൾ അലുമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള കിച്ചണാണ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി അവരെല്ലാം ഇതുപോലെ അകത്ത് ഓൾറെഡി കടപ്പ എല്ലാം യൂസ് ചെയ്ത കാരണം കൊണ്ട് നമ്മളോട് ഇതിലെ ട്രോളീസ് ഒന്നും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സോ നമ്മളിത് ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, സിലിണ്ടർ ഏരിയ. സോ ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ കവർ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ട് നമ്മളിതിനകത്ത് ട്രോളീസോ അല്ലെങ്കിൽ ടാൻഡം അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാം ഇതിനകത്ത് കടപ്പ എല്ലാം പ്ലേസ് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ സൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ 2 സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിലും അവർ ഓൾറെഡി ഇങ്ങനെ കടപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മളിത് പുറത്തുനിന്ന് ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കംപ്ലീറ്റ്ലി ഒരു ഔട്ടറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ബ്യൂട്ടിഫുൾ കളറാണ്. നിങ്ങളിത് കളർ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അലുമിനിയത്തിൽ വരുന്ന ചാമ്പ്യൻ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഐ മീൻസ് ചാമ്പ്യൻ സ്റ്റീലിലെ ഫ്രെയിമും HPL ഷീറ്റിൽ ബ്രോഞ്ച് എന്ന് പറയുന്ന ഒരു കളറുമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർക്ക്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ട്യൂബ് ഹാൻഡിൽസാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്യൂബ് ഹാൻഡിൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഔട്ടർ ഏരിയ മാത്രമേ നമ്മളിതിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണത്. ജസ്റ്റ് നോക്കിക്കോളൂ, ലോഫ്റ്റ് നോക്കിക്കോളൂ. ലോഫ്റ്റും അതുപോലെ തന്നെ നമ്മൾ എല്ലാം കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാണാം, എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഈ കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് അലുമിനിയമാണ്. അലുമിനിയത്തിൽ ചാമ്പ്യൻ സ്റ്റീലിലെ ഫ്രെയിമും HPL ഷീറ്റിൽ നമ്മൾ ബ്രോഞ്ച് എന്ന് പറയുന്ന ഒരു കളറുമാണ് ഇവിടെ ഇതിൻ്റെ കോമ്പിനേഷൻ. സോ നമുക്കിനി നെക്സ്റ്റ് റൂം പോയി നോക്കാം. കിച്ചൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോഫ്റ്റ് ആൻഡ് ഒരു വാർഡ്രോപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാർഡ്രോപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്യൂബ് ഹാൻഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചാമ്പ്യൻ സ്റ്റീൽ ഫ്രെയിം ഇട്ടിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തട്ട് ഓൾറെഡി അവിടെ ഉണ്ട്. ഓൾറെഡി അവർ കടപ്പാക്കല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ടർ ഏരിയ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഔട്ടർ ഏരിയ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. HPL ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മേലെ ലോഫ്റ്റും നിങ്ങൾ നോക്കിയാൽ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ വർക്ക് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് സെറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് ഒരു ഫസ്റ്റ് ബെഡ്റൂമാണ്. നമുക്കിനി അടുത്ത ഒരു ബെഡ്റൂമുണ്ട്, അവിടേക്ക് പോകാം. ഓക്കെ, താഴെ നമ്മൾ കിച്ചൺ കണ്ടു, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും കണ്ടു. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള അവരുടെ സെക്കൻഡ് ബെഡ്റൂമാണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ലോഫ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു വാർഡ്രോബും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സെയിം തന്നെയാണ്, നമ്മൾ ഔട്ടർ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അവർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കടപ്പാക്കല്ലൊക്കെ പ്ലേസ് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഔട്ടർ മാത്രമാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഔട്ടർ നോക്കിക്കഴിഞ്ഞാൽ സെയിം അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ചാമ്പ്യൻ സ്റ്റീൽ എന്ന് പറയുന്ന അലുമിനിയം ഫ്രെയിമിലും അതുപോലെ തന്നെ HPL ഷീറ്റുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വർക്ക് ചെയ്യാനായിട്ട്. ലോഫ്റ്റ് എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ട്യൂബ് ഹാൻഡിലാണ് നമ്മളിവിടെ
അവർക്ക് ഹാൻഡിലായിട്ട് ട്യൂബ് ഹാൻഡിൽ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹാൻഡിലാണ്. സോ ട്യൂബ് ഹാൻഡിലാണ് നമ്മളിവിടെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു റൂം കൂടെ കാണാനുണ്ട്. സോ നമുക്ക് ആ റൂം കാണാം. ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണിത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ്, 3ാമത്തെ ബെഡ്റൂമാണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് മാത്രമാണ് ഒരു കളർ ചേഞ്ച് ഉള്ളത് ഈ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് നമ്മുടെ ഇവിടെ ചോയ്സ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്കിൽ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. വൈറ്റ് ഷീറ്റാണ് നമ്മളിവിടെ HPL വരുന്ന വൈറ്റ് ഷീറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് അലുമിനിയം ഫ്രെയിമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വാർഡ്രോപ്പ് കണ്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എല്ലാവരുടെയും അവർ ഓൾറെഡി കടപ്പാക്കല്ല് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഏരിയ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ലോഫ്റ്റ് നോക്കിയാലും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഔട്ടർ ഏരിയ മാത്രമാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. എല്ലാം വന്നിട്ട് സോഫ്റ്റ് ക്ലോസിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അലുമിനിയം ചെയ്യുമ്പോഴുള്ള ഗുണം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അതായത് നമുക്ക് ഈ ചെതൽ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ഈ വെള്ളം കൊണ്ടുള്ള പ്രശ്നം, അങ്ങനെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം ഒരു വിട എന്നാണ് അലുമിനിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അലുമിനിയത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെതലോ അല്ലെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് വരാറില്ല. സോ അലുമിനിയം എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ വീട്ടിലേക്ക് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ മാനേജേഴ്സിൻ്റെ നമ്പർ താഴെ ഉണ്ടാവും. സോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്നും ലഭിക്കുന്നതാണ്. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ